ഇപ്പോൾ പുതിയ കൺവീനറായി ആര് വരുമെന്ന ചോദ്യത്തിന് ശ്രീജിത്ത് ടി.പി. രാമകൃഷ്ണന്റെ പേരാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എ.കെ. ബാലന്റെ പേര് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചുവെങ്കിലും ടി.പി. രാമകൃഷ്ണനെയാണ് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? എന്തായിരിക്കാം ടി.പി. രാമകൃഷ്ണന് തുണയായത്? ടി.പി. രാമകൃഷ്ണൻ ഇപ്പോൾ CPIM-ന്റെ നിയമസഭാ കക്ഷി സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ LDF പാർലമെന്ററി പാർട്ടിയുടെയും പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിത്വം വഹിക്കുന്നു. ഇപ്പോൾ തന്നെ LDF MLA-മാരുടെ ഒരു ഏകോപനം അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ രാഷ്ട്രീയ കക്ഷികളെ ഏകോപിപ്പിക്കാനുള്ള ഒരു ചുമതല ടി.പി. രാമകൃഷ്ണൻ്റെ തോളിലൊക്കെ വന്നു ചേരുകയാണ്. എ.കെ. ബാലനെ സംസ്ഥാനത്തെ LDF കൺവീനറായി പരിഗണിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹം അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചതായിരിക്കുക അത് മാത്രമായിരിക്കില്ല. കാരണം 75 വയസ്സ് പിന്നിട്ടവരെ ഈ സമ്മേളനത്തോടെ പാർട്ടിയുടെ നേതൃപദവിയിൽ നിന്ന് ഒഴിവാക്കും. ഈ എ.കെ. ബാലന് ഇപ്പോൾ തന്നെ 75 പിന്നിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന് അതുകൊണ്ട് പാർട്ടിയുടെ നേതൃസമിതികളിൽ നിന്ന് ഒഴിയേണ്ടി വരും. കഴിഞ്ഞ തവണ ജി സുധാകരൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നേതൃസമിതികളിൽ നിന്ന് ഒഴിവായതുപോലെ എ.കെ. ബാലനും ഇത്തവണ ഒഴിയേണ്ടി വരും. ഇപ്പോൾ ഈ നടപടിക്ക് വിധേയനായിരിക്കുന്ന ഇ.പി. ജയരാജനും 75-ന്റെ പരാപരം പറ്റി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് 2025 മെയ്യിലാണ് 75 വയസ്സ് തികയുന്നത്. അതുകൊണ്ട് മാത്രം വേണമെങ്കിൽ അദ്ദേഹത്തിന് മധുര പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിന്ന് പോകാം. എങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ CPM-ലെ സംഘടനാ ജീവിതത്തിൻ്റെ അവസാന ലാപ്പിലാണ് എന്ന് തന്നെ പറയാം. എന്തായാലും എ.കെ. ബാലനേക്കാൾ ഇനിയും അദ്ദേഹം കാലാവധിയുള്ള ടി.പി. രാമകൃഷ്ണൻ തന്നെയാണ് ഈ LDF കൺവീനർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. എന്നാൽ മറ്റു പേരുകൾ വന്നുകൂടായികയില്ല. ഇപ്പോൾ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ടി.പി. രാമകൃഷ്ണനാണ്. അതായത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ കമ്മിറ്റി മെമ്പറും ഒക്കെ ആയിരുന്ന ആളാണ് നമ്മളുടെ ടി.പി. രാമകൃഷ്ണൻ. ടി.പി. രാമകൃഷ്ണൻ പ്രേക്ഷകർ അറിയാവുന്നതുപോലെ എക്സൈസ് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. പേരാമ്പ്രയിൽ നിന്നുള്ള മണ്ഡലത്തെയാണ് അദ്ദേഹം, പേരാമ്പ്ര മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന ടി.പി. രാമകൃഷ്ണനെ ആയിരിക്കും ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തേക്ക് പരിഗണിക്കുക. മാത്രവുമല്ല ശ്രീജിത്തെ, ഇതിലേറെ കൗതുകകരമായൊരു കാര്യം, ഇ.പി. ജയരാജൻ വരുന്നത് കണ്ണൂരിലെ കോട്ടയിൽ നിന്നുള്ള രാഷ്ട്രീയം, നേരിട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പാർട്ടിയെ പടുത്തുയർത്തിയ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്നാണ് ഇ.പി. ജയരാജൻ വരുന്നതെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ടി.പി. രാമകൃഷ്ണൻ്റെ രാഷ്ട്രീയ ചരിത്രമുള്ളത്. നമുക്കറിയാവുന്നതുപോലെ എക്സൈസ് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഒരു പേരുദോഷവും കേൾപ്പിക്കാതെ, ഒരു വാക്കുപോലും അനവസരങ്ങളിൽ ഉപയോഗിക്കാതെ എത്ര ശ്രദ്ധാലുവായി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ടി.പി. രാമകൃഷ്ണൻ. ഇതുവരെയും വലിയ വിവാദങ്ങളൊന്നും ടി.പി. രാമകൃഷ്ണനെ ചുറ്റിപ്പന്ന് നമ്മൾ കേട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇ.പി. ജയരാജന് പകരം ടി.പി. രാമകൃഷ്ണനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് വളരെ ശ്രദ്ധാപൂർവമായൊരു നീക്കമായി നമുക്ക് വിലയിരുത്താം, അല്ലേ ശ്രീജൻ? തീർച്ചയായും ടി.പി. രാമകൃഷ്ണൻ വളരെ കർശനമായ പാർട്ടി നിലപാടും സംഘടനാ നിലപാടുമൊക്കെ ഉള്ളപ്പോൾ തന്നെ വളരെ സൗമ്യമായ രീതിയിൽ കാര്യങ്ങളെ സമീപിക്കുന്ന, ഇടപെടുന്ന ഒരു ആളാണ്. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തരായ നേതാക്കളിൽ ഒരാളാണ്. 5 കൊല്ലക്കാലം എക്സൈസ് തൊഴിൽ മന്ത്രിയായിരുന്ന ഘട്ടത്തിലും അദ്ദേഹം വിവാദങ്ങളിൽ നിന്ന് അകലം പാലിച്ചു ഉള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്.